പ്രൈസ് ദി ലോർഡ്. പീഡനയും നിന്ദനവും ഏൽക്കുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രതികൂലങ്ങൾ അടുത്തു വരുമ്പോൾ, പ്രതിസന്ധികളുടെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളെ ആരും സഹായിക്കാനില്ലാതെ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ, ആശ്വാസത്തിൻ്റെ ഒരു ശബ്ദം പോലും നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കാതിരിക്കുമ്പോൾ, ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് സഹായിച്ചാലോ എന്ന് കരുതുന്ന നിമിഷത്തിൽ അധികാരികളിൽ നിന്നും കൂടപ്പിറപ്പിൽ നിന്നും വേദനകളും നിന്ദനങ്ങളും ഏൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന കർത്താവ് നമ്മോട് പറയുന്നത്? ദൈവസന്നിധിയിൽ നല്ല പ്രവൃത്തികൾ ദുഷ്ടന്മാരുടെ മുമ്പിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ മുമ്പിൽ അവരെ സമാശ്വാസിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ അവരോട് പെരുമാറണം. ഒറ്റപ്പെടുത്തുന്നവരെ നമ്മുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ദൈവപ്രവൃത്തി കൊണ്ട് അവരെ നിറപ്പിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക. ലോകത്തിൽ വേറെ ആർക്കും അതുപോലെ മാതൃക കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സ്തെഫാനോസ്, അതുപോലെ കർത്താവിനെ അനുഭവിച്ച വിശുദ്ധന്മാര്, ശിഷ്യന്മാര്, അപ്പസ്തോലന്മാര്, കർത്താവിന് വേണ്ടി ജീവനെ ബലി കഴിച്ച കർത്താവിന്റെ ദാസന്മാര്. നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി ജീവിക്കാമെങ്കിൽ, ഒരിക്കൽ പൗലോസ് എന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതവും ക്രിസ്തുവും മരണം നേട്ടവുമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും കോട്ടങ്ങളുടെ സമയത്ത് നമ്മൾ ഒത്തിരി വിഷമിക്കാറില്ലേ? വേദന വരുമ്പോൾ ഒത്തിരി ദുഃഖിക്കാറില്ലേ? ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നെ ശകാരിക്കുന്നതിന് മുമ്പിൽ നീ ശകാരിക്കാതിരിക്കുക, ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നീ കുറ്റപ്പെടുത്താതിരിക്കുക. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാളുടെ കുറവിനെയും പോരായ്മയെയും നീ ചൂണ്ടിക്കാണിക്കരുത്. നിനക്ക് ക്രിസ്തുവിന്റെ മനോഭാവം ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കൊരു പ്രാർത്ഥന വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചുള്ള ഒരു ജീവിതം വേണം പ്രിയമുള്ളവരെ. അതിന് ഭയങ്കര അനുഭവമാണ്, അതിന് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ജീവിതം ഒരു ആനന്ദകരമായ വിധത്തിലേക്ക് പോകും. രോഗത്തിൻ്റെതായ വിഷമത്തിൻ്റെ നടുവിൽ കഴിയുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഒന്ന് കൊടുക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ എന്തൊരു അനുഭവമാണെന്ന് അറിയാമോ? ഇതുപോലെ പ്രവർത്തിക്കുന്നവന്റെ നടുവിൽ, അത്ഭുതം ചെയ്യുന്നവന്റെ കൂടെ, അടയാളം പ്രവർത്തിക്കുന്നവന്റെ സന്നിധിയിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവം തരികയാണെന്ന് കൂട്ടിക്ക്. ഇങ്ങനെ തരുന്ന ആ ദൈവത്തെ രാപ്പകലില്ലാതെ നമുക്കൊന്ന് ആരാധിക്കാമോ? നിങ്ങൾ വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തേ ദൈവം പ്രവർത്തിക്കാത്തത്? ഭയങ്കര നിരാശയും ദുഃഖവും ഒക്കെ കടന്നു വരികയല്ലേ? ഭയങ്കര വിഷമവും വേദനയൊക്കെ കടന്നു വരികയല്ലേ? മനസ്സിന്റെ ഭാരങ്ങളെ അഴിക്കുന്ന ഒരു കർത്താവില്ലേ? ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റുന്ന ഒരു സർവശക്തനില്ലേ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ ബൈബിളിലെ വചനം ജീവനുള്ളതാണ്. ഇത് വായിക്കണം. എന്നിട്ട് യേശുവിനെ നന്ദിയോടെ ആരാധിക്കണം. കർത്താവേ, പ്രവർത്തിക്കുന്ന ദൈവമേ, അത്ഭുതം ചെയ്യുന്ന സർവശക്ത, എൻ്റെ മക്കൾ 2 പേര് വിദേശ രാജ്യത്തുണ്ട്. അവർ നല്ല നിലയിലായിരിക്കുന്നത്.
ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ജീവിത രീതി സാഹചര്യമുള്ളത്. ചെറിയ ഷുഗർ രോഗമോ ചെറിയ കൊളസ്ട്രോളോ ചെറിയ ശാരീരികമായ ചില അസ്വസ്ഥതകളും ചില കുഴപ്പങ്ങളൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിൽ പറയത്തക്ക വിധത്തിൽ ഇല്ലെങ്കിലും ആരുടെയും മുമ്പിൽ തലകുനിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നടുവിൽ നമ്മോട് കർത്താവ് പറയാണ്, ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് മുട്ടിന്മേൽ നിൽക്കാവോ? ദാനിയേൽ പ്രാർത്ഥിച്ചു. അവൻ എത്ര വലിയ പ്രാർത്ഥനക്കാരനാണ്. നമ്മളും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കുറഞ്ഞു പോവുകയില്ല. നമ്മുടെ സാമ്പത്തിക ലെവല് താന്നു പോവുകയില്ല. നമ്മുടെ ആത്മീയ ലെവലിന് ഒട്ടും കുഴപ്പം വരികയില്ല. നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ഒട്ടും ഒരു ദോഷവും വരികയില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് വേണ്ടത്. പീഡനങ്ങളും നിന്ദകളൊക്കെ ഞങ്ങൾ ഏൽക്കുമ്പോൾ എത്ര സന്തോഷത്തോടെ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നയിക്കണം. കർത്താവേ, നീ മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.